വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമിട്ട് ബി.ജെ.പി. കേന്ദ്രമന്ത്രിമാരെ അനുമോദിക്കാൻ പാലക്കാട് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ മണ്ഡലത്തിലെ സാധ്യതകളെക്കുറിച്ച് നേതാക്കൾ വിലയിരുത്തി. അതിനിടെ പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായേക്കുമെന്ന സൂചനകൾ ശക്തമാണ്. സുരേഷ് ഗോപി പ്രകടിപ്പിച്ച ആത്മവിശ്വാസം പാലക്കാട് പകർന്നു കിട്ടി. ഇത്തവണ പിടിച്ചെടുക്കാനാകുമെന്ന് തന്നെയാണ് നേതാക്കളുടെയെല്ലാം പ്രതീക്ഷ. പാലക്കാടും ചേലക്കരയും കേരളത്തിലെ ജനങ്ങൾ ബി.ജെ.പിക്ക് തന്നാൽ 2026 കേരളത്തിൽ നിന്ന് ബി.ജെ.പി. മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് സംസ്ഥാന അധ്യക്ഷന്റെ വാഗ്ദാനം. താമര ചിഹ്നത്തിൽ ആര് നിന്നാലും പാലക്കാട് വിജയിക്കുമെന്ന് ശോഭാ സുരേന്ദ്രനും ഇത്തവണ പാലക്കാട് വിജയം ഉറപ്പെന്ന് വി മുരളീധരനും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പാലക്കാട്ടേക്ക് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുന്നുവെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് വർദ്ധിപ്പിച്ച ശോഭ മാറിയ സാഹചര്യത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായാൽ ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അകൽച്ചയിലായിരുന്ന കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും പുകഴ്ത്തിയായിരുന്നു ശോഭയുടെ വേദിയിലെ പ്രസംഗം. ശോഭയ്ക്ക് പുറമെ സി കൃഷ്ണകുമാർ, സന്ദീപ് വാര്യർ, കുമ്മനം എന്നിവരാണ് നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ള മറ്റുള്ളവർ. എന്നാൽ ഇനിയൊരു സാധ്യതയ്ക്ക് മുന്നിൽ പരീക്ഷണം വേണ്ടെന്നതിനാൽ ശോഭാ സുരേന്ദ്രന് തന്നെയാണ് ചാൻസ് കൂടുതൽ. ശോഭാ സുരേന്ദ്രന് പുറമെ പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട സി കൃഷ്ണകുമാറിന്റെ പേരാണ് പരിഗണനാ പട്ടികയിലുള്ളത്. പാലക്കാട് നിയോജക മണ്ഡലം പരിധിയിലും മുന്നേറ്റമുണ്ടാക്കാൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ താമര വിരിയിക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. ഉള്ളത്. പ്രവർത്തകരിലെ ഈ ആവേശം പാലക്കാടിലേക്കും പകരാൻ കഴിയുമെന്നും നിയമസഭയിൽ വീണ്ടും അക്കൗണ്ട് തുറക്കാനാകുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു. മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ബി.ജെ.പിയുടെ വോട്ട് വിഹിതം ഉയർത്തിയ ചരിത്രമാണ് ശോഭാ സുരേന്ദ്രനുള്ളത്. പാലക്കാട് നിയോജക മണ്ഡലത്തിലും മത്സരിച്ച് മുന്നേറ്റമുണ്ടാക്കിയ നേതാവ് കൂടിയാണ് അവർ. മണ്ഡലത്തിൽ സുപരിചിതയാണ് എന്നത് ശോഭയുടെ സാധ്യത ഉയർത്തുന്നുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചത്. 2011 തെരഞ്ഞെടുപ്പിൽ ഇവിടെ മൂന്നാമതായിരുന്ന പാർട്ടിയെ 2ാം സ്ഥാനത്തെത്തിക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നു. 2011 പാലക്കാട് നിയോജക മണ്ഡലത്തിൽ 19.86% വോട്ടുകളായിരുന്നു ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. 2016 ഇവിടെ മത്സരിക്കാനെത്തിയ ശോഭാ സുരേന്ദ്രൻ വോട്ട് വിഹിതം 29.08% ഉയർത്തുകയായിരുന്നു. CPM നേതാവ് NN കൃഷ്ണദാസിനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളി 2ാം സ്ഥാനത്തേക്ക് ബി.ജെ.പി. എത്തുകയും ചെയ്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരനായിരുന്നു ഇവിടെ ബി.ജെ.പി. സ്ഥാനാർത്ഥി. ഷാഫിക്കെതിരെ മികച്ച പോരാട്ടം നടത്താൻ അദ്ദേഹത്തിനും സാധിച്ചു. 3859 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ഷാഫി വിജയിച്ചത്. CPM-ലെ CP പ്രമോദ് 3ാം സ്ഥാനത്തായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3559 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കോൺഗ്രസിന് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ 9707 വോട്ടിന്റെ ലീഡുണ്ട്. 2ാം സ്ഥാനത്തെത്തിയത് ബി.ജെ.പി. തന്നെയാണ്. കേരളത്തിൽ UDF-ന് അനുകൂലമായ തരംഗമുണ്ടായിരുന്നിട്ടും പാലക്കാട് കോൺഗ്രസിന്റെ ലീഡ് 10,000 കടന്നിട്ടില്ല എന്നത് ബി.ജെ.പി. പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ശോഭയെ പോലൊരു നേതാവ് എത്തിയാൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മറുവശത്ത് ഷാഫി അല്ല എന്നതും നേട്ടമായാണ് ഇവർ കാണുന്നത്. പാലക്കാട് നഗരസഭയും കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ഇതിൽ നഗരസഭ ഭരിക്കുന്നത് ബി.ജെ.പി.യാണ്. മാത്തൂരും പിരായിരിയും UDF ഭരിക്കുമ്പോൾ കണ്ണാടി മാത്രമാണ് CPM-നൊപ്പമുള്ളത്. മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം വോട്ട് വിഹിതത്തിൽ വൻ വർധനവ് വരുത്താൻ കഴിഞ്ഞ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച് ബി.ജെ.പി. വോട്ട് വിഹിതം 17.24% നിന്ന് 28.3% ശോഭ ഉയർത്തിയിരുന്നു.